തോന്നിയത്. ശരിക്കും സാറിൻ്റെ പഴയ ഇൻ്റർവ്യൂവിൽ ഞാൻ കുറേ റെഫറൻസ് എടുത്തു കേട്ടോ. അതുകൊണ്ട് പഴയ ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. ഉസ്താദ് സിനിമയ്ക്ക് മുന്നേ എന്തോ സാർ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ ലാലേട്ടനെ വിളിച്ചിട്ട് സാറിന് അതിന് മുന്നേ ഇറങ്ങിയ ഒരു സിനിമ പരാജയമായതുകൊണ്ട് നമുക്ക് സിബി മലയിലിനെ മാറ്റാം എന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ പകരം ആ പ്രൊഡ്യൂസറെ അങ്ങ് മാറ്റി. ഞാൻ സിബിക്കാണ് ഡേറ്റ് കൊടുത്തത്, പ്രൊഡ്യൂസറിനെ അങ്ങ് മാറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിക്കും ലാലേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ സാറിൻ്റെ ഒരു കരിയറിൽ ലാലേട്ടൻ്റെ ഒരു പങ്കെന്താണ്? വളരെ വലുതാണ്. കാരണം ലാലും ഞാനുമായിട്ട് ചെയ്ത സിനിമകളെല്ലാം രണ്ടുപേർക്കും ഗുണം ചെയ്തിട്ടുണ്ട്. ലാലിനേക്കാൾ കൂടുതൽ എനിക്കാണ് ഗുണം ചെയ്തത്. കാരണം ലാലിന് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പടങ്ങൾ. നമ്മൾ ഒരു ഡയറക്ടർ ഒരു സമയത്ത് ഒരു വർഷം 1 2 മാക്സിമം 3 ഒക്കെ സിനിമകൾ ഞാൻ എൻ്റെ പീക്ക് ടൈമിൽ പോലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒരു വർഷം 3 പടങ്ങളൊക്കെ ചെയ്തത്. ആക്ടേഴ്സിനല്ല, അവർക്കൊരു വർഷം 10ഉം 15ഉം പടങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറഞ്ഞിരിക്കും. അന്നൊക്കെ അത് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ സിനിമകൾ ലാൽ അഭിനയിക്കുമ്പോൾ അത് ബെനിഫിഷ്യൽ ആകുന്നത് ഞാനാണ് കൂടുതൽ. ലാലിന് മറ്റൊരു ഓപ്ഷൻസ് ഒരുപാടുണ്ട്. എനിക്ക് 2 3 ലാലുമായിട്ട് ചെയ്യുന്ന സിനിമകളായിരിക്കും എനിക്ക് ബെനിഫിറ്റഡ് ആകുന്നത്. പക്ഷേ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഗിവ് ആൻഡ് ടേക്കിലേക്ക് സംഭവിക്കുന്നുണ്ട്. ലാലിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഒരുപാടെണ്ണം എനിക്ക് കൊടുക്കാൻ പറ്റി. ഇപ്പം നമ്മളൊരു 10 ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് മോഹൻലാൽ എന്ന് പറയുന്നതിനകത്തൊരു 3 4 5 എൻ്റെ സിനിമകളായിരിക്കും.